മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്താണ് എന്താണ് പ്രശ്നം എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ സമയത്ത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് മനസ്സിലാക്കി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിനകത്ത് രേഖപ്പെടുത്തണം. നിങ്ങളെ ബാധിക്കുന്ന ഭിന്നശേഷി എന്താണ് എന്ന് കൃത്യമായിട്ട് എഴുതണം. അത് എത്ര ശതമാനം ഉണ്ടെന്ന് എഴുതണം. അതൊരു മെഡിക്കൽ ബോർഡ് ടീമാണ് അത് പരിശോധിക്കുക. അത് പരിശോധിക്കണമെങ്കിൽ ഇതറിയണം. ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കുന്നത്. പല കാര്യങ്ങളും പല സമയത്ത് പല രീതിയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്കുള്ള പ്രശ്നം എഴുതുമ്പോ കൈ ഷിവർ ചെയ്യും എന്നുള്ളതാ. നമ്മള് ചെറുപ്പത്തിലൊക്കെ പറയും പൂച്ചേനെ തല്ലി കൊന്നിട്ടാണെന്ന്. അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൻ പ്രദേശമാണ്. അങ്ങനെ പല വാദങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പ്രശ്നം എന്നെ ഭീകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ആ പ്രായം വരെ. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ ഇതൊരു ഇഷ്യൂ ആണെന്നും? ഇപ്പൊ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞല്ലോ, 6ാം ക്ലാസ്സിൽ തോറ്റു. അപ്പൊ വായിക്കുന്നുണ്ടാവും, മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം. അത് ആരെങ്കിലും ഒക്കെ ആയിട്ട് പങ്കുവെച്ചിട്ടുണ്ടോ? ഇത് ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല, ഇത് വേറെന്തോ പ്രശ്നമാണെന്ന്? അങ്ങനെ സത്യം പറഞ്ഞ ആ സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നമുക്കിത് മറ്റൊരാളോട് പറയാനുള്ള ഒരു ആത്മവിശ്വാസമോ, ഞാൻ പറയാലോ, ഞാൻ പൊതുവേദികളിലോ ഒന്നിനും പോയില്ലായിരുന്നു. വിവാഹങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളിലോ ഫങ്ഷൻസിലോ ഒന്നും പങ്കെടുക്കില്ല. അപകർഷതാബോധ, ഭയങ്കര അപകർഷതാബോധ. ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയോ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അവർ നമ്മളെ നോക്കുന്നുണ്ടോ, അപ്പൊ അതിന് പോലും ധൈര്യം ഇല്ലാതിരുന്ന കാലഘട്ടം അത്. ആ കാലഘട്ടത്തിൽ ഇതൊരു മറ്റൊരാളോട്, നമ്മുടെ പേരൻസിനോടൊക്കെ പറയും എന്നല്ലാണ്ട് അവര് നമ്മളെ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ നീ അത് ചെയ്യണമെന്ന് പറയുകയോ അതിനപ്പുറത്തേക്ക് വേറൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അധ്യാപകരൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയോ ഒന്ന് വിളിച്ചിരുത്താൻ ശ്രമിക്കുകയോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല.